ഹലോ ഗായ്സ്, വെൽക്കം. ഇപ്പം യൂട്യൂബിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് നമ്മൾ ജർമ്മൻ സ്കൂളിൻ്റെ സ്പോർട്സ് ഡേ കാണാൻ പോവാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാരും ഒരു മലയാളീസോ അതിൻ്റെ ഒരു കണ്ടൻറ്റും ചെയ്തിട്ടില്ല. പക്ഷെ ഞാനിന്ന് ചെയ്യാൻ പോവാണ്. സോ ലെറ്റ്സ് ഗോ. മൂഞ്ചിയ കാലാവസ്ഥയല്ലേ, പിന്നെ തേടപ്പോട്ടെ, ചെറിയ തണുപ്പുണ്ട്, മഴക്കാർ. എന്നത്തെ പോലെ ഞങ്ങൾ ലേറ്റാണ്. ജോഡി പിടിച്ചു തന്നാൽ വണ്ടി കിട്ടും, ചിലപ്പോൾ കിട്ടുമായിരിക്കും. തണുപ്പുണ്ട് കേട്ടോ, തണുപ്പുണ്ട്, അത്യാവശ്യം തണുപ്പുണ്ട്. നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നടന്നിട്ട് എത്തുന്നില്ല. ആൻ്റണി പുറകെ നടന്നു വരുന്നുണ്ട്. അജയ് ഇവിടെ ഉണ്ട്. അയ്യോ, ഇന്ന് നമ്മൾ ഇല്ലീഗലായിട്ട് റോഡ് ക്രോസ് ചെയ്യണം. നമ്മൾ മലയാളികൾ എവിടെ പോയാലും ഇല്ലീഗലായിട്ടാണ് ക്രോസ് ചെയ്യാറ്. മിക്കവാറും അത് വേണ്ടി വരും. അത് ചെയ്തില്ലെങ്കിൽ നമ്മൾ അവിടെ കുറേ നേരം നിൽക്കേണ്ട വരും. വണ്ടി അടിച്ച് ചാവില്ലേ, ചത്തില്ല. ഇപ്പൊ തെറിയട്ടെ ദൈവമേ. ആ വണ്ടി അങ്ങോട്ട് തിരിഞ്ഞിട്ട് എന്തേലും ഇങ്ങോട്ട് തിരിഞ്ഞ് ചാടണോ വേണ്ട? ഇൻഡിക്കേറ്റർ ഇട്ടു, അപ്പുറത്തോട്ട് തിരിഞ്ഞു. പൊന്നു ഗൈസ്, റോട്ടിൽ നോക്കാണ്ട് ചാടരുത്, ചത്തുപോകും. ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം, മനസ്സിലായോ? അമ്മേ പാടായാലേ. അയാളൊരു നല്ല മനുഷ്യനായിരുന്നു. ഇല്ല, പണ്ടൊക്കെ ഉണ്ടാ തെറിയാക്കണ്ട. തട്ടിക്കഴിഞ്ഞാൽ ഇൻഷുറൻസ്, ക്രാങ്കൻ ഫൈൻ, സുഖമായി നാട്ടിൽ തിരിച്ചു പോയിട്ട് വരാം. അതിനുള്ളത് കിട്ടും. ഗൈസ്, ജർമ്മൻ പാണ്ടിലോറി നോക്ക്, വരും. എല്ലാ ലൈറ്റും ഉണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ എത്തി. സ്പീഡിൽ നടന്ന് 10 മിനിറ്റും കൊണ്ട് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി, അഥവാ ബാനോഫിലെത്തി. നോക്കൂ, അവിടെ ഒരു പള്ളി പെരുന്നാളിലുള്ള ആൾക്കാർ നിൽപ്പുണ്ട്. അതുകൊണ്ട് എങ്ങനെയും ഇടിച്ച് കയറണം. അതാണ് നെക്സ്റ്റ് ടാസ്ക്. പണ്ട രാവിലെ എണീറ്റിട്ട് നാക്ക് കഴുകണില്ലല്ലോ. ഓക്കെ, അപ്പോൾ കയറിയിട്ട് കാണാം. വെറുതെ ഓടി, ട്രെയിൻ ലേറ്റായി ഗൈസ്. എന്താണ് പറയാനുള്ളത്? ഒന്നുമില്ല. അജയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഓടി മടുത്തു. സൂപ്പറല്ലേ? സൂപ്പറാ, കൊള്ളാം. ഇവിടെ എന്നും ഇങ്ങനെ വെറുതെ ഓടും, അവസാനം വണ്ടിയിലായിരിക്കും. കൊള്ളാം. One eternity later. ജെറോമിനെ വ്ളോഗിലെടുത്തു ഗൈസ്. നാണം. This is ജെറോം, an ultimate Sigma from Ankamal. എന്തിനാ വീഡിയോ എടുത്തിട്ട്? പുച്ഛമാണ് ഗൈസ്. പിന്നെ സിനിമയിലെടുത്തു. നമ്മളിതെല്ലാം യൂട്യൂബിലിടും. ജെറോമിന് എന്താണ് പറയാനുള്ളത് ഇന്നത്തെ ദിവസം? നാണോ ഇവിടെ എത്തി. ഇനി താഴത്തോട്ട് പോകണം, അങ്ങോട്ട്. Hola! Kevin. Was geht? Das ist Ahmed, guter Fußballspieler. Ja. Also, wenn ihr ihn haben wollt, fragt mich als erstes, weil ich bin besser von uns beiden. Ja.
ഒരു ജർമ്മൻ കൂട്ടുകാരൻ. ഫുൾ ക്രൗഡുണ്ട്. Digga, Jonas, wo willst du hin, Digga? Ich fick doch ihn. ഇന്ന് ജയിക്കുമല്ലെന്നറിയാം. Die Arme bewegen. Digga. Das war jetzt എൻ്റെ ക്ലാസ്സിലുള്ള എല്ലാവരും പ്രാന്തന്മാരാ. ഗൈസ് ബെഡ് തന്നെയായിരുന്നു. ഈ സ്ഥാനത്തിൽ ഇവിടെ തൊട്ട് ആ വെച്ചേക്കുന്ന കോണുണ്ടോ അവിടം വരെ തെന്നിപ്പോണം. കിടന്ന് ഒരൊറ്റ ചാട്ടം. ഒരു പാട്ടിൽ 30 തവണ ഞങ്ങളുടെ ക്ലാസ്സുകാർ ചെയ്തു. ഹായ് ജെറോ. പിന്നെ ബാസ്കറ്റ് ബോൾ എറിഞ്ഞിടാൻ പറഞ്ഞ് എറിഞ്ഞിട്ട് ഒരെണ്ണം. 46 പോയിന്റ് കിട്ടി ഫുൾ. ഒരു മോൻ കാണത്തില്ല. Ich hab jetzt schon keine Stimme mehr. 2 കളി കഴിഞ്ഞ് 2 കളിയിൽ രണ്ടാമത്തെ കളി ഇച്ചിരി നന്നായില്ല. ആദ്യത്തെ കളി നല്ലായിരുന്നു. എൻ്റെ മോൻ കാണത്തില്ലേ? യോ ഇപ്പം കാണാവോ? കെവിൻ. Ja, aber jetzt lass mal nicht mehr Basketball reden, das ist peinlich. Ja. Da waren wir. Ja, wir stehen gerade sehr gut. Ja. Wir sind aber auch fast. Eine machen können. ഇപ്പോൾ പാട്ടുകാരനൊന്നും കേൾക്കത്തില്ലായിരിക്കും. ഇവിടെ കപ്പിരിക്കണുണ്ടോ? ഇന്ന് വൈകിട്ട് ഇത് പൊക്കണം. ഫസ്റ്റ് അടിച്ചിട്ട് ബാഡ്മിൻ്റൺ കളി. ഫ്രണ്ടിരിക്കണ ബോക്സിനകത്തേക്ക് അടിച്ച് ഇട്ടാൽ മതി. 140 പോയിന്റ്. കഴിഞ്ഞ പ്രാവശ്യത്തുള്ള 62 ടോപ്പ് റെക്കോർഡ്. ഇപ്പം ഞങ്ങൾ ഫസ്റ്റ്. വ്യൂ നോക്ക്, സൂപ്പറല്ലേ? ഇപ്പം പോന്ന് നേരത്തെ 234 പോയിന്റ് അടിച്ചു. വിഷയം ആരോ അടിച്ചതിൽ വീണു, തല പൊട്ടിയെന്നാണ് കേട്ട. ആംബുലൻസൊക്കെ വന്നിട്ടുണ്ട്. മണ്ടൻ ഞങ്ങളുടെ Abiska Baska. Ala. അവൻ പറഞ്ഞത് തന്നെ എന്നായിരുന്നു. ഇവിടെ ഞങ്ങളുടെ സാറ് തീയിടണം. എന്തിനാ തീയിടണമെന്ന് അറിയത്തില്ല. ഇടുന്നുണ്ട്. നല്ല പെട്രോളിന് വേണം. തീയാളിക്കത്തി. സൂപ്പർ. ഇതാണ് ആംബുലൻസ്. ആരോ കാലൊടിഞ്ഞു, തല പൊട്ടു, എന്തോ ചെയ്തു, അതുകൊണ്ട് വന്നതാ. നമ്മുടെ ക്ലാസ് 4 റെക്കോർഡ് ചെയ്തു. 4 റെക്കോർഡ്. വിഷയം അജയ്. എന്തെങ്ങനെയുണ്ട്? ഹലോ ഗായ്സ്, കൂടെ കുറെ പൊട്ടന്മാരുണ്ട്. ഞങ്ങൾ തോറ്റു. 4 റെക്കോർഡ്. 4 സ്ഥലത്ത് റെക്കോർഡ് അടിച്ചു ഞങ്ങള്. അവിടുത്തെ കിട്ടോ? അവിടെ 140 എത്ര അടിച്ചു. ഞങ്ങളാകെ അത്ര 58. അതിൽ 50 കിട്ടോ? ഞാനും ആരും ഇല്ല. വിഷയം കളി. ഞങ്ങൾ ആൾക്കാരില്ല, ഒരു രക്ഷയില്ല. അപ്പൊ കാണാം. വെറുതെ നിൽക്കുന്ന എനിക്ക് ബാസ്കറ്റ് ബോൾ കൈ കൊണ്ടെടുക്കാൻ പറ്റില്ല, കുനിയാൻ പറ്റില്ല, അതുകൊണ്ട് കാലുകൊണ്ടെടുക്കാം. കൊള്ളാം. കുറച്ചു നേരം ബാസ്കറ്റ് ബോൾ കിട്ടാം. മുടി ഒരു ഫിഷായിട്ട് 5 എണ്ണം വെച്ചിട്ടുണ്ട്. 3, 4, 5ാമത്തെ കൊണ്ടുവരാം. Nein. Der hält. Spannung. Okay. Spannung zu mir! Wir schaffen noch einen. Ja, der hier. So. Johnny, lass locker komplett.
Ja doch, ist. Wir müssen den nur draufbringen. Wir müssen den so, ja, so rum. Schnell zu euch rüber, dann nicht hektisch. Warte, nicht runter. Jetzt langsam runter. Wir müssen ansetzen. Sehr gut. Gucken. Den siebten nehmen wir auch noch. Wir holen das Ding! Kommt runter. Das ist 100 Punkte! Keine Ahnung. Runter, Leute, runter. Ja, runter. Ey, was kommt? Aber nicht so extrem. Geh mal ein Stück zurück. Jetzt einer. Komm mal, die stellt das Ding wieder hin. മറിഞ്ഞു പോയി കാറ്റടിച്ച് ചായസ ഓ അത് തിരിച്ചു വെക്കാൻ പറ്റും Hallo, lass dich doch mal stehen! ഇവരിത് മിക്കവാറും മുകളിൽ മൊത്തം വെക്കും സൂപ്പർ പിന്നെയും പറഞ്ഞു അവസാനം ഫുട്ബോളിലെത്തി ഗൈസ് യെസ് ഒറ്റയടിക്ക് കയറ്റിയാൽ മതി ഈസി അത്രേ ഉള്ളൂ ഈസി ഏറവന്തളി ഓമ്പിപ്പോയി എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി ഞാൻ പറയട്ടെ നിങ്ങൾ തന്നെ തിരിച്ചു പോയി കയറല്ലേ ആണ് ഇവിടെ വന്നിട്ട് അല്ല ഇവിടം വരെ വന്നാലും അവിടുന്ന് ലൂ ഒക്കെ അവിടെ നിൽപ്പില്ലായിരുന്നോ അവൻ ഓടി വന്ന് ഇവിടെ തീർക്കണായിരുന്നു ആ ഞങ്ങൾ 4 പേരെ ഉള്ള അന്നേ കാര്യമില്ല ഓ ഇവിടെ എറിഞ്ഞ് പൊളിക്കുന്നുണ്ട് ഇവര് നോക്ക് ഇതാണ് സ്പോർട്സിന് വരുമ്പോൾ ഇവിടെ ഇരുന്നാണ് നമ്മൾ ഡ്രസ്സ് മാറണത് ക്ലാസ്സിൻ്റെ ഇവിടെ ഇരുന്ന് ഡ്രസ്സ് മാറും ടോയ്ലറ്റ് കേട്ടോ ഷവറുണ്ട് ഇവിടെ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇതുവല്ല നടക്കുമോ ഫിഷല്ലേ നോക്ക് നമ്മുടെ നാട്ടിലാണെങ്കിൽ ഒരു സ്പോർട്സ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവരും കളിക്കില്ല വെറുതെ ഇരിക്കും ഇവിടെ നോക്ക് ഇവിടെ എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കുക ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ബെഡ് കളി ബെഡ് തന്നെ അത് ചാടി വീണം പിന്നെ അപ്പുറം കൊണ്ടുവരണം ഇത് കൂടിയൊരു സാധനമാണ് നോക്കൂ ട്രിപ്പിൾ ചെയ്ത് പോയി ചാടി തീർക്കണം സ്പീഡ് ചെയ്യുന്നവർക്ക് നല്ല മാർക്ക് കിട്ടും അതാണ് സംഭവം വിഷയം കളി ഇതാണ് അടുത്ത കളി ഞങ്ങളുടെ എൻ്റെ പേരൊന്നും എനിക്കറിയില്ല എന്തായാലും സൂപ്പറായിരിക്കും ആൻ്റണി അജയും പന്തെറിഞ്ഞ് കളിക്കുന്നു ബാസ്കറ്റ് ബോൾ കൊള്ളാം ഇവിടെയാണ് ബാഡ്മിൻ്റൻ്റെ കളി അവിടെ നിറച്ച് പെണ്ണുങ്ങളാണ് നമ്മളതങ്ങോട്ട് നോക്കണ്ട ഇത് മൊത്തം ഒരു സ്പോർട്സിന് വേണ്ടി മാത്രമുള്ളൊരു കെട്ടിടം ഇത് സ്പോർട്സ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള കെട്ടിടം എൻ്റെ കൂട്ടുകാർ അവിടെ പോയെന്ന് എനിക്കറിയില്ല എൻ്റെ കൂടെ ഉള്ളവന്മാരെ കാണുന്നില്ല ഞാൻ പെട്ടെന്ന് വന്നേ
അങ്ങനെ അത് തീർന്നു. ഫസ്റ്റ് അടിക്കും എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അടിച്ചിരിക്കും. പൊളി. Tschüss.